രാജ്യത്തെ ഉഷ്ണതരംഗവും കാലവർഷത്തിന് മുൻപായുള്ള തയ്യാറെടുപ്പുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതല യോഗം ചേർന്ന് അവലോകനം ചെയ്തു. വരും ദിവസങ്ങളിൽ രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നതിന് മറ്റു വിവരങ്ങളും. ഇന്ന് ഉന്നതതല യോഗം ചേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഷ്ണതരംഗം, ഒപ്പം കാലവർഷത്തിന് മുൻപായുള്ള തയ്യാറെടുപ്പുകൾ, അതോടൊപ്പം തന്നെ റേമൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ബാധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെ രക്ഷാപ്രവർത്തനം, അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. യോഗത്തിൽ വരും ദിവസങ്ങളിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം തുടരും എന്നുള്ള റിപ്പോർട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ കനത്ത ഉഷ്ണതരംഗം തുടരുകയാണ്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു അവലോകന യോഗം ചേർന്നിട്ടുള്ളത്. ഉഷ്ണതരംഗത്തിൽ ആവശ്യമായ സാധ്യമായിട്ടുള്ള പ്രതിരോധ നടപടികളും മുൻകരുതൽ നടപടികളും സ്വീകരിക്കാനും തീപിടുത്തം പ്രതിരോധിക്കുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള നടപടികൾ ശക്തമാക്കാനും പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം കാലവർഷത്തിന് മുൻപായുള്ള തയ്യാറെടുപ്പുകൾ, മൺസൂൺ ദക്ഷിണ ഭാരതത്തിൽ ശക്തമായും ഉത്തര ഭാരതത്തിൽ, അതായത് ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും സാധാരണഗതിയിലും കാലവർഷം വന്നു പോകും എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. എങ്കിൽ പോലും കഴിഞ്ഞ തവണ കാലവർഷത്തിൽ കനത്ത നാശനഷ്ടവും ദുരന്തവും ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. ഡൽഹിയിൽ വെള്ളക്കെട്ട്, ഒരു ജനവാസ കേന്ദ്രങ്ങളിൽ പോലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാലവർഷത്തിന് മുൻപായുള്ള തയ്യാറെടുപ്പ് നടപടികൾ ശക്തമാക്കാനും ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.